നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു പോത്തിൻ്റെ വാരിയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാൽക്കപ്പയും കൂട്ടിയങ്ങ് പിടിച്ചാലോ? നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോയും കൂടി കേട്ടോ, ഈ പാൽക്കപ്പയും ബീഫ് റിബ്സും. അപ്പോൾ നമ്മളിത് ആ വാരിയലൊക്കെ നല്ല അടിപൊളി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട എല്ല് നമ്മളിത് മൊത്തത്തും കൂടെ കഴിയുന്നതിലും ഭേദം ഓരോന്നെടുത്ത് കഴിയുന്ന കേട്ടോ. കാരണം കൈ മുറി നല്ല കുപ്പിച്ചില് പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കഴുകി വാരി എല്ലിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവോള അരിഞ്ഞതാണ് അടുത്ത് കേട്ടോ. ഇനി കുറച്ച് നടുവേ മുറിച്ച പച്ചമുളക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് മുളക് പൊടി, ഇനി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഗരം മസാലയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് എല്ലാം നമ്മുടെ മസാലയ്ക്കകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവനെ അങ്ങോട്ട് നമുക്കിനി ഒരു കുറച്ച് നേരം അങ്ങോട്ട് വേവിക്കണം. അപ്പോൾ നമ്മുടെ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് വെച്ച് ഒരു കുറച്ച് നേരം വേണം കേട്ടോ. എന്തായാലും ഒരു 3-4 മണിക്കൂർ വേണ്ടി വരും എല്ല് വെന്ത് വരെ. അപ്പോൾ ഇത് അടച്ച് വെച്ച് അങ്ങോട്ട് നമുക്ക് വേവിക്കാം. മുകളിൽ ഒരു വിറക് കഷ്ണം എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ എല്ല് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തലകീഴായി മറിച്ചിടണം കേട്ടോ. തലകീഴായി എന്ന് പറഞ്ഞാൽ മറ്റേ ഉരുളി എല്ല് ഫുള്ളൊന്ന് ഇളക്കിയിടണം. ഈ ഉരുളിക്കകത്ത് കറക്റ്റായിട്ട് കൊള്ളുന്നില്ലടാ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് വലിയ പാത്രത്തിൽ ഇടാം. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. ഇവൻ പറയുന്നത് വലിയ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ ഇച്ചിരി ഉണ്ടാവും. ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടാത്ര. കറക്റ്റ് കാണാമല്ലോ. ഇത് കാണുന്നുണ്ടല്ലോ എൻ്റെ ഇത്. ഓ, ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ പൊളിക്കൂട്ടാ. വാ കണ്ടാ. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊന്ന് പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുറച്ച് ഉപ്പ് നമുക്ക് ഇപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ചങ്ങോട്ട് നല്ല രീതിയിൽ വേവിക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കപ്പയുടെ പണി അങ്ങോട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ നമ്മുടെ കപ്പയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇതാ ബീഫ് അവിടെ കിടന്ന് അങ്ങനെ കുളുകുളാൻ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി കപ്പയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ അടുപ്പും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മസാലയും കൂടെ അടിക്കാനുണ്ട്. അതേപോലെ കപ്പയുടെ ഇതൊക്കെ ഫിനിഷ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നെയ്യ് കണ്ടോ ഇടുക്കി വന്നേക്കുന്നു. നമുക്ക് ഇതിനകത്ത് തന്നെ അങ്ങോട്ട് സവോള വഴറ്റിയാലടാ. ഓ, അപ്പോൾ ചൂടായി നമ്മുടെ നെയ്ക്കകത്തോടെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. അടുത്തായിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കാവേ. നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോടെ നമുക്കിനി മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.
അടുത്തായിട്ട് കുറച്ച് മുളക് പൊടി. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന പോലെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിനകത്തോട് തട്ടി കൊടുക്കാം കേട്ടോ, ബീഫിൻ്റെ വാരിയലിനകത്ത്. നമുക്ക് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇറക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതങ്ങോട്ട് അടച്ച് വെച്ച് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കപ്പ അങ്ങോട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാൽക്കപ്പ അങ്ങോട്ട് റെഡിയാക്കണ്ടേ? അപ്പോൾ നമുക്ക് ആ ചെരുവം വെച്ച് കൊടുത്ത് പരിപാടി തുടങ്ങാം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കാന്താരി മുളക് ഇതെല്ലാം കൂടെ ചതച്ചതാണ് കേട്ടോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച കപ്പ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം എന്താ, തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് തേങ്ങാപ്പാലിനകത്തൊന്ന് മിക്സ് ചെയ്യാം. നല്ല അടിപൊളി പാൽക്കപ്പ. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് എന്താ, പിടി ഉണ്ടാക്കില്ലേ നമ്മൾ? ശരി കേട്ടോ, പിടിയും കോഴിക്കറി അതേപോലത്തെ ഒരു ഫീലാണ്. ഉപ്പ് എന്തായാലും നോക്കാം, കഴിച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും അതേപോലെ അടിപൊളി ബീഫ് റിബ്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കൊണ്ട് കഴിച്ചാലോ? അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാം കേട്ടോ, ഈ പാൽക്കപ്പയും നമ്മുടെ ബീഫ് റിബ്സും കാണാൻ എങ്ങനെയുണ്ടെന്ന് ഒരു കമൻ്റ് അടിക്കട്ടെ എല്ലാവരും. ഇപ്പോൾ ഇതല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് കഴിച്ചു തുടങ്ങുകയല്ലേ സാധനം. ഇതിൽ നിന്ന് അതിങ്ങനെ റിബ്സ് ചിലതൊക്കെ ഇതിൽ നിന്ന് ഊരി വീണിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ എടുത്ത് നമുക്ക് പാൽക്കപ്പയ്ക്കകത്തോട്ട് ഇങ്ങനെ ഇടാം. അത് എന്നാ കോൺട്രാസ്റ്റ് അല്ലേ ഇത് രണ്ടും കൂടെ. ഓ, ഭൂരിഭാഗം എല്ലിന്ന് എല്ലിന്ന് നമ്മുടെ ഇറച്ചി സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാ ഒരു കഷ്ണം അങ്ങോട്ട് എടുത്തിട്ട് എന്നാ ഒരു കടി അടിച്ച്. അപ്പം ആദ്യം കപ്പ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബീഫ് റിബ്സ് അങ്ങോട്ട് കഴിച്ച് തുടങ്ങാം കേട്ടോ. ചിയേഴ്സ്. ചൂടാ. അപ്പോൾ നമ്മുടെ റിബ്സേന്നൊക്കെ ഉണ്ട്, ഇതെല്ലാം ഇങ്ങനെ അടർന്ന് വരും കേട്ടോ വെന്തിട്ടേ. സാധനം വേറെ മൂഡ് കേട്ടോ. നെയ്യൊക്കെ ഉള്ള കഷ്ണവും കാര്യങ്ങളൊക്കെ കൂടെ ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പിളായിട്ട് വരും. പിന്നെ കഴിക്കൂലേ, ഒരു അരിഞ്ഞു പോകുന്ന പോലത്തെ ഫീലാണ്. ഇത് കണ്ടോ ജ്യൂസ് സാധനം. അപ്പം നമുക്ക് അടുത്തായിട്ട് പാൽക്കപ്പ കൂട്ടി കഴിക്കാട്ടോ, അതാണ് ഹൈലൈറ്റ്. നമ്മുടെ ഈ കപ്പയ്ക്കകത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എന്നാ ഒരു വാ കഴിച്ച് നോക്കി. ജ്യൂസി ബീഫും ആ പാൽക്കപ്പയും കൂടെ കൂട്ടിയിട്ട്. ബീഫ് നല്ല ചൂടാട്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ ഞുള്ളി എടുക്കണമെന്നുണ്ടെങ്കിൽ പിടിക്കാൻ പറ്റുള്ളൂ, അത്രയും ചൂടാറി വരുമ്പോഴത്തേക്കും. എന്താണ് ചൂടാറിയിട്ട് കഴിച്ചാൽ പോലെ തോന്നുന്നുണ്ടാവും. ചൂടാറിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ നടക്കില്ല, ഫുള്ള് രാത്രിയാവും കേട്ടോ. എന്നാലും നമുക്ക് പാൽക്കപ്പയും കൂട്ടി കഴിക്കാം. പാൽക്കപ്പ കഴിക്കുമ്പോഴല്ലോ എന്തോ ഒരു ടേസ്റ്റ് ഇതുമായിട്ട് സാമ്യമായിട്ടുള്ള സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് മാത്രം കിട്ടുന്നില്ല, ഓർമ്മയില്ല എന്താണ്. ആ വെളുത്തുള്ളിയുടെ മൈൽഡായിട്ടുള്ള ടേസ്റ്റും ആ തേങ്ങാപ്പാലിലെ കപ്പ വേവിച്ചതിൻ്റെ ഇതെല്ലാം കൂടെ കൂടുമ്പോഴല്ലോ ഒരു വെറൈറ്റി. ഞാനത് പിന്നെ കപ്പ തന്നെ കഴിച്ചു നോക്കണത്. ഇതിൻ്റെ ടേസ്റ്റ് എവിടെയോ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഫീല് മനസ്സിലാവണല്ലോ ഏതാന്ന്. ഉറപ്പായിട്ടും എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കിഡ് സാധനം, ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം, അടിപൊളി സാധനമാണ്. നിങ്ങളൊക്കെ വീട്ടിൽ പാൽക്കപ്പ വെച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, ഇതുവരെ അങ്ങനെ പാൽക്കപ്പ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഇത് വേറെ ലെവലിൽ ഇട്ടാ ടേസ്റ്റ് ഇല്ലേ സാധനം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയല്ല കേട്ടോ, ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്യണം. ആ കപ്പ കഴിക്കുന്ന ഒരു ഇതൊന്നും അല്ലടാ.
എനിക്കത് കുറച്ചും കൂടെ കഴിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കഴിച്ച് കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ചൂടുമാണ്, ഇരുട്ടാവുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് പോകണതിന് മുമ്പ് നമുക്ക് എന്നാൽ അവസാനിപ്പിക്കല്ലേ. നമ്മുടെ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ണെപ്പോഴും നമ്മുടെ ബീഫിനകത്തോട്ടാന്ന് പറഞ്ഞ പോലെ സാധനം വേറെ ലെവൽ ഇട്ടോ. എല്ലാം ഉണ്ടാക്കിയാലും വേറെ ലെവൽ എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ വേറെ ലെവലുള്ള സാധനം പിന്നെ ഞാൻ എന്താ പറയുക, കൊള്ളില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നമ്മൾ പാൽക്കപ്പയുടെ കൂടെ ബീഫ് റിബ്സ് അല്ല, ബീഫ് റിബ്സിൻ്റെ കൂടെ പാൽക്കപ്പയാണ് കഴിക്കുന്നത് പറഞ്ഞ പോലെ. ഇതൊന്നും വരില്ലടാ. വാവ്.